മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന് ഉൾപ്പെടെ നൽകിയ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതി ഇടപെടാൻ വിസമ്മതിച്ചത്. ഈ കേസിൽ ഈ നടൻ സൗബിൻ ഷാഹിറിന് പുറമെ ഈ കേസിലെ ഈ ചലച്ചിത്രത്തിൻ്റെ സഹസംവിധായകരായ ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർക്കായിരുന്നു ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നത്. ഈ കേസിലെ പരാതിക്കാരൻ പരാതി നൽകിയിരുന്നത് സിറാജ് ഹമീദ് എന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ചലച്ചിത്രത്തിൻ്റെ ലാഭവിഹിതത്തിൻ്റെ 40% തനിക്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 7 കോടി തൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റി എന്നായിരുന്നു ഈ സിറാജ് ഹമീദിന്റെ വാദം. എന്നാൽ ഈ കേസിലായിരുന്നു നേരത്തെ ഈ സൗബിൻ ഷാഹിർ ഉൾപ്പെടെ 3 പേർക്ക് ഈ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സിറാജ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ ഈ കേസ് പരിഗണിച്ച ജസ്റ്റിസ് PS നരസിംഹയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. കോടതി ജസ്റ്റിസ് നരസിംഹയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു സിവിൽ തർക്കമല്ലേ എന്നും ഇതിൽ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഈ ആർബിട്രേഷൻ നിലവിൽ നിലനിൽക്കുകയും ചെയ്യുന്നില്ലേ എന്നാണ് കോടതി ആരാഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. തുടർന്നാണ് ഈ പരാതിക്കാരനായ ഈ സിറാജിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ നിഖിൽ ഗോയലും അഭിഭാഷകൻ A കാർത്തിക്കും ഈ ഹർജി പിൻവലിക്കാൻ കോടതിയിൽ അനുമതി തേടുകയും കോടതി അത് അനുവദിക്കുകയും ചെയ്തത്. ഏതായാലും ഈ കേസിലെ 3 പ്രതികൾ, അതായത് ഈ സൗബിൻ ഷാഹിർ ഉൾപ്പെടെ 3 പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യം തുടരുകയും ചെയ്യുന്നതായിരിക്കും.